അപ്പു ചേട്ടനും ചാനലിലേക്ക് സ്വാഗതം. അപ്പം സുഹൃത്തുക്കളെ, നമ്മൾ ഇന്നൊരു പൊളി ഐറ്റം കൊണ്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ വിചാരിക്കുന്നുണ്ട് എന്തായിരിക്കും എന്നല്ലേ? അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നതാണ് ബാർബിക്യൂ. അപ്പോൾ നമുക്കിങ്ങനെ അതിലേക്ക് പോവാം. അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ്, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയറും കൂടി ഒന്ന് ചെയ്തേക്കണം. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യണം. പിന്നെ നിങ്ങളെല്ലാം സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോവാണ്. ഇപ്പോൾ ഒന്നും ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ്. നിങ്ങളെല്ലാവരും ഉറപ്പായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ലൈക്ക് ഒരിക്കലും മറക്കരുത്. ലൈക്കും ചെയ്യണം, ഷെയറും ചെയ്യണം. മാക്സിമം ആൾക്കാർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ വാ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മളിവിടെ ചിക്കൻ നന്നായിട്ടൊന്ന് കഴുകി വെച്ചിട്ടുണ്ട്, പിന്നെ വരഞ്ഞും വെച്ചിട്ടുണ്ട്. ഇനി നമുക്കപ്പോൾ നമ്മൾ സുഹാനയുടെ ബാർബിക്യൂവിലിടാനുള്ള മസാല മിക്സ് ആയിട്ടുള്ള ഞങ്ങൾ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇതാണ് ഇടാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇടാം. അപ്പോൾ ഇനി നമുക്ക് നമ്മൾ മസാലയും തൈരും ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കൻ്റെ കൂടെ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് 2 മണിക്കൂർ ഫ്രീസറിനകത്ത് വെക്കാം. പിന്നെ നിങ്ങൾ എക്സ്ട്രാ ഒന്നും ചേർക്കേണ്ടി വരത്തില്ല, കാരണം ഉപ്പൊക്കെ ഇതിനകത്ത് തന്നെ ഉണ്ട്. ഉപ്പിൻ്റെ ആവശ്യം വരുന്നില്ല നമുക്ക്. അപ്പം ഈ ചിക്കൻ ഇങ്ങനെ പാത്രത്തിലോട്ട് ഇട്ടിട്ട് പിന്നെ മസാല അതിൻ്റെ പുറത്തോട്ട് പിടിപ്പിച്ചിട്ട് നമ്മൾ ഫ്രീസറിനകത്ത് വെക്കാൻ പോവുകയാണ്. അപ്പം നമുക്കിത് വെച്ചിട്ട് ഫ്രീസറിനകത്തോട്ട് വെക്കാം. 2 hours later. അപ്പോൾ നമ്മൾ മസാലയൊക്കെ തേച്ച് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. നമ്മൾ 2 മണിക്കൂർ ഇപ്പോൾ ഫ്രീസറിനകത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എയർ ഫ്രയറിനകത്ത് വെച്ച് വറക്കാം. എയർ ഫ്രയർ ഇല്ലാത്തവർക്ക് ചട്ടിയിൽ എണ്ണ ഒഴിച്ച് ചൂടാക്കി വറക്കാം. അപ്പോൾ നമുക്ക് വറക്കാൻ വെക്കാം. അപ്പോൾ നമുക്കപ്പോൾ വെക്കാം. നമ്മൾ ഓരോ പീസായിട്ടൊന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ എയർ ഫ്രയറിനകത്ത് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് വെക്കാം. അപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ല ചൂടോടെ കഴിക്കാം. അതിനു മുമ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ട് താഴെ കമൻറ്റ് ചെയ്യുക, ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് മറക്കാതെ ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നതും